ഹായ് എവരി വൺ. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം, അതായത് JEE നീറ്റ് ഏതും ആയിക്കോട്ടെ, സൊല്യൂഷൻസ് ചാപ്റ്ററിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതുപോലെ തന്നെ ഹൈലി ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റൗൾസ് ലോ. ഇപ്പോൾ റൗൾസ് ലോ പലരും പറയാറുണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ചില ചോദ്യങ്ങളെല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നൊക്കെ പലരും പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ടേമുകൾ തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണ് റൗൾസ് ലോ, എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് റൗൾസ് ലോ എന്താണെന്നുള്ള ഡെഫിനിഷൻ എല്ലാവർക്കും അറിയാം. ഞാൻ ആ ഡെഫിനിഷനിലേക്ക് നിങ്ങളെ കാര്യമായിട്ട് പിന്നെയും കൊണ്ടുപോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നു. രണ്ട് വോളട്ടൈൽ ലിക്വിഡുകൾ ചേർന്ന ഒരു സൊല്യൂഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക. പാർഷ്യൽ പ്രഷർ ഓഫ് വൺ ഓഫ് ദ കമ്പോണൻറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ് ഇൻ ലിക്വിഡ് ഫേസ്. ലിക്വിഡ് ഫേസിലെ മോൾ ഫ്രാക്ഷൻ്റെ പ്രൊപ്പോർഷനിലാണ് ആര് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. PA പ്രൊപ്പോർഷൻ ടു XA എന്നും PB പ്രൊപ്പോർഷൻ ടു XB എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതവിടെ ഇരിക്കട്ടെ. ഈ കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്കറിയാം. ഈ ചോദ്യം ഒന്ന് നോക്കുക. ഇഫ് A and B are mixed to form an ideal solution, PA0 600, PB0 250 തന്നിട്ടുണ്ട്, XA 0.18 തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ വേപ്പർ പ്രഷർ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് സൊല്യൂഷൻ്റെ ഫൈനൽ സൊല്യൂഷൻ വേപ്പർ പ്രഷർ എത്രയാണ്, ടോട്ടൽ വേപ്പർ പ്രഷർ എത്രയാണെന്ന ചോദ്യം. ഈ ചോദ്യം നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാൻ ഒരു ന്യൂമറിക്കലായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഓൾവേസ് ടേക്ക് ഒരു 1 minute ടൈം, അപ്രോക്സിമറ്റ്ലി 1 minute സമയം വേണ്ടേ. പക്ഷേ ഈ ചോദ്യം നമുക്ക് വെറും 10 സെക്കൻഡ് ചെയ്യാം. ചോദ്യം വായിക്കാനെടുക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബട്ട് ബിഫോർ കമ്മിങ് ടു ദാറ്റ് നമുക്ക് റൗൾസ് ലോ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ എടുത്തിരിക്കുന്നത് റൗൾസ് ലോയിൽ നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഒരുമിച്ച് ഒരു സ്ലൈഡിലേക്ക് റെപ്രസെൻറ്റ് ചെയ്തതാണ്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, രണ്ട് ലിക്വിഡുകളെ എടുക്കുന്നു. ഒന്ന് A, രണ്ട് B. ഇവിടെ റെഡ് കളറിൽ കാണിക്കുന്നത് A ആണ്. റെഡെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചോ ഏതാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. റെഡ് കളറിൽ കാണിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ കാണിച്ചേക്കുന്നത് എയും ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത് ബിയും ആണ്. നോക്കുക, എയും ബിയും മിക്സ് ആക്കി. അപ്പോൾ സർഫസിൽ നിങ്ങൾക്ക് കാണാം, സർഫസിലുണ്ട് A പാർട്ടിക്കിളും B പാർട്ടിക്കിളും, എല്ലായിടത്തും യൂണിഫോം കമ്പോസിഷനാണ്. സോ എയും ബിയും സർഫസിലും ഉണ്ട്, ഉള്ളിലും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ A പാർട്ടിക്കിൾ ഇവിടെ കൂടുതലാണെന്ന് വിചാരിക്കുക. സർഫസിൽ A പാർട്ടിക്കിൾ കൂടുതലാണെങ്കിൽ A ആയിരിക്കും കൂടുതൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ പ്രഷർ ഓഫ് എ ഉണ്ടാക്കുന്ന പ്രഷർ എന്ന് പറയുന്നത്, എയുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ലിക്വിഡിൽ എത്ര A ഉണ്ടെന്ന് തന്നെ ഡിപ്പെൻഡ് ചെയ്യും. സോ PA പ്രൊപ്പോർഷണൽ ടു XA. ഇതാണ് നമ്മുടെ റൗൾസ് ലോ. ഇവിടെ കൂടുതൽ A പാർട്ടിക്കിൾ ലിക്വിഡ് ഫേസിലുണ്ട് എങ്കിൽ കൂടുതൽ A പാർട്ടിക്കിൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് എയുടെ പ്രഷർ കൂടുന്നു. PA പ്രൊപ്പോർഷണൽ ടു XA. അതുപോലെ B ആണ് കൂടുതലെങ്കിലോ, B ആണ് കൂടുതലെങ്കിൽ ബിയുടെ വേപ്പർ പ്രഷർ കൂടും. അപ്പോൾ PB പ്രൊപ്പോർഷണൽ ടു XB. ഇതാണ് നമ്മുടെ റൗൾസ് ലോ. അപ്പോൾ ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് PA0 PB0. അപ്പോൾ അതിന് മുൻപേ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. PA എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമുക്ക് രണ്ട് കമ്പോണൻറ്റുകളുണ്ട്. ഗ്യാസ് ഫേസിലുണ്ട് എയും ബിയും. അപ്പോൾ എയ്ക്കൊരു പ്രഷറുണ്ട്, ബിക്കൊരു പ്രഷറുണ്ട്. PA എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് എയും, PB എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ബിയും ആണ്. എന്താണ് ഇവിടുത്തെ XA XB എന്നുള്ള ടേമുകൾ എന്തൊക്കെയാണ്? XAയും XBയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോൾ ഫ്രാക്ഷൻ ഇൻ ദ ലിക്വിഡ് ഫേസ് ആണ് XA XB ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നോക്കടാ, ഇനി പാർഷ്യൽ പ്രഷർ പ്രൊപ്പോർഷൻ ടു XA, PA പ്രൊപ്പോർഷൻ ടു XA, PB പ്രൊപ്പോർഷൻ ടു XB നമുക്കറിയാം. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് PA0 PB0. എന്താണ് ഈ PA0 PB0? XAയുടെ വാല്യൂ 1 ആണെന്ന് ഇരിക്കട്ടെ. അതായത് A മാത്രം എടുത്തു എന്ന് വിചാരിക്കുക. A മാത്രം ഉണ്ടായിരുന്നു, A മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഫ്രാക്ഷൻ 1 ആണ്, XA ഈസ് 1. ദാറ്റ് മീൻസ് A മാത്രം എടുത്താൽ എത്ര വേപ്പർ പ്രഷർ ഉണ്ടാകും? അതാണ് PA0. പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് A, പ്യുവർ കമ്പോണൻറ്റ് വേപ്പർ പ്രഷർ ഓഫ് A നമുക്ക് എഴുതാം. അതുപോലെ PB ഈക്വൽ ടു PB0 XB. PB0 എന്താ? പ്യുവർ കമ്പോണൻറ്റ് വേപ്പർ പ്രഷർ ഓഫ് B. ഇത്രയാണ് റൗൾസ് ലോയിലെ നമ്മുടെ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ഡാൾട്ടൺസ് ലോ പാർഷ്യൽ പ്രഷർ കൂടെ കൂട്ടിച്ചേർക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഫോം അത് റൗൾസ് ലോ അല്ല, ഡാൾട്ടൺസ് ലോ വേപ്പർ പ്രഷർ, ഡാൾട്ടൺസ് ലോ പാർഷ്യൽ പ്രഷറാണ്. നമുക്കിവിടെ രണ്ട് കമ്പോണൻറ്റുകളുണ്ട്. ഇനി നമ്മൾ തൽക്കാലം ഈ ഗ്യാസ് ഫേസിനെ മാത്രം കൺസിഡർ ചെയ്യാം. ഗ്യാസിൽ എയും ഉണ്ട്, ബിയും ഉണ്ട്. അപ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എയുടെ പ്രഷറും ബിയുടെ പ്രഷറോടെ കൂട്ടുന്നതാണ് ഡാൾട്ടൺസ് ലോ പാർഷ്യൽ പ്രഷർ. ടോട്ടൽ പ്രഷർ ഈസ് സമ്മേഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നുള്ള കോൺസെപ്റ്റ്. സോ P ടോട്ടൽ ഈക്വൽ ടു PA പ്ലസ് PB. PA എന്ന് പറഞ്ഞാൽ എന്താ? PA0 XA. PB എന്ന് പറഞ്ഞാൽ PB0 XB. നമ്മളൊരു ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന ഫോമാണ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ. P ടോട്ടൽ ഈക്വൽ ടു PA0 XA പ്ലസ് PB0 XB. അപ്പോൾ ഈ PT എന്താ ഇവിടെ? P ടോട്ടൽ, ടോട്ടൽ വേപ്പർ പ്രഷർ എന്നോ സൊല്യൂഷൻ വേപ്പർ പ്രഷർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. P ടോട്ടൽ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ലിക്വിഡ് ഫേസിൽ നമുക്ക് XA XB മോൾ ഫ്രാക്ഷൻ ഉണ്ടെന്ന് കാണുന്നു.
വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷനും സെയിം ആയിരിക്കുമോ? ആകാം, ആകാതിരിക്കാം. ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരേ മോൾ ഫ്രാക്ഷൻ വാല്യൂ വരാം, വരാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. ഇതെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഇതും ഡാൾട്ടൺസ് ലോ പറയുന്ന ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൻ്റെ ഗ്യാസ് ഫേസിലുള്ള മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ പാർഷ്യൽ പ്രഷർ ഡിവൈഡ് ബൈ ടോട്ടൽ പ്രഷർ ചെയ്താൽ മതി. പി എ എന്ന് പറഞ്ഞാൽ എന്താ? പി എ എന്ന് പറഞ്ഞാൽ പി എ നോട്ട് എക്സ് എ ആണ്. പി ടോട്ടലോ പി എ നോട്ട് എക്സ് എ പ്ലസ് പി ബി നോട്ട് എക്സ് ബി. നമുക്കെല്ലാം അറിയാവുന്ന തന്നെ. വൈ ബി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പി ബി ബൈ പി ടോട്ടൽ. ഇതാണ് നമ്മുടെ ഡാൾട്ടൺസ് ലോ പ്രകാരം വേപ്പർ ഫേസിലെ കമ്പോസിഷൻ എന്ന് പറയുന്നത് വൈ എ വൈ ബി. ഇവിടെ വൈ എ വൈ ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് ആണ്. അപ്പോൾ ഈ കാണുന്ന ലിസ്റ്റിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ചെറിയ കാര്യം കൂടി നമ്മുടെ ഗ്രാഫിലേക്കും കൂടെ നമുക്ക് നോക്കാം. ഗ്രാഫ് നോക്കടാ. ഈ തന്നിരിക്കുന്ന ഗ്രാഫ് ഈ റെഡ് ലൈൻ മാത്രം നോക്കുക. റെഡ് അഗെയിൻ ഇൻഡിക്കേറ്റിംഗ് എ മാത്രമാണ്. എയുടെ ഗ്രാഫാണ് ഈ റെഡ് ലൈൻ. പി എ ഈക്വൽ ടു പി എ നോട്ട് എക്സ് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ വരുന്നത് നോക്കാം. എക്സ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ, എക്സ് എ 0 ആണെങ്കിൽ പി എയും 0. അപ്പോൾ നമ്മുടെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക ഒറിജിനിൽ നിന്നാണ്. എക്സ് എ 1 ആയി. അപ്പോൾ ഈ സ്കെയിൽ നോക്കുക 0 to 1 ആണ് സ്കെയിൽ. എക്സ് എ 1 ആണെങ്കിൽ ഇതേ പി എ ഈക്വൽ ടു പി എ നോട്ട് എന്ന് വരും. അപ്പോൾ ഇതാണ് പി എ നോട്ട് എന്ന് വിചാരിക്കുക. നമ്മുടെ ഗ്രാഫ് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. വൈ ഈക്വൽ ടു എം എക്സ് എന്നുള്ള ഫോമിൽ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വിത്ത് ഇൻക്രീസിങ് സ്ലോപ്പ്. എക്സ് എ 0 ആണെങ്കിൽ എക്സ് ബി 1 ആവണ്ടേ? കാരണം രണ്ട് കമ്പോണൻറ്റുകളുടെ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 1 ആണ് വരിക. അപ്പോൾ എക്സ് എ 0 ആകുമ്പോൾ എക്സ് ബി 1, എക്സ് എ 1 ആകുമ്പോൾ എക്സ് ബി 0 അല്ലേ? അപ്പോൾ എക്സ് ബി 0 നമ്മളിതേ പി ബി ഈക്വൽ ടു പി ബി നോട്ട് എക്സ് ബി എന്നുള്ള ഗ്രാഫാണ് നമ്മളിതേ ഈ ബ്ലൂ ലൈനിൽ കാണിച്ചേക്കുന്നത്. ഞാൻ ഒരേ കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു മാത്രം. അപ്പോൾ എക്സ് ബി 0 ആകുമ്പോൾ പ്രഷർ 0, പി ബി 0. എക്സ് ബി 1 ആകുമ്പോൾ പി ബി ഈക്വൽ ടു പി ബി നോട്ട് ഇതാ ഇവിടെ. അപ്പോൾ ഈ കാണുന്ന ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ബി ആണ്. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിനും അവിടെ സമ്മേഷനാണ്. അപ്പോൾ ഞാനിത് ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രഷറിൻ്റെ ഗ്രാഫ്. ടോട്ടൽ പ്രഷറിൻ്റെ ഗ്രാഫ് ഇതാ. ഇവിടെ ഞാനൊരു ചെറിയ ഒബ്സർവേഷൻ നിങ്ങളെ കാണിച്ചു തരാം. നോക്കിക്കോ. ടോട്ടൽ പ്രഷറിൻ്റെ വാല്യൂ എപ്പോഴും പി എ നോട്ട് പി ബി നോട്ട് വാല്യൂസിൻ്റെ ഇടയിലേ വരുള്ളൂ. ടോട്ടൽ പ്രഷറിൻ്റെ വാല്യൂ എപ്പോഴും പി എ നോട്ട് പി ബി നോട്ടിൻ്റെ ഇടയിലേ വരുള്ളൂ. അല്ലാണ്ട് പി ബി നോട്ടിനേക്കാൾ മുകളിലേക്കോ പി എ നോട്ടിനേക്കാൾ താഴേക്കോ വരില്ല. ആസ് ഫാർ ആസ് ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നോക്കിക്കേ, ടോട്ടൽ പ്രഷർ എപ്പോഴും ഇൻഡിവിജ്വൽ കമ്പോണൻറ്റുകളുടെ വേപ്പർ പ്രഷറുകളുടെ ഇടയിലേ വരുള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇഫ് എ ആൻഡ് ബി ആർ മിക്സ്ഡ് ടു ഫോം ആൻ ഐഡിയൽ സൊല്യൂഷൻ, പി എ നോട്ട് 600, പി ബി നോട്ട് 250. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാനല്ലേ? ടോട്ടൽ പ്രഷർ നമുക്കറിയാം ഇൻഡിവിജ്വൽ കമ്പോണൻറ്റുകളുടെ ഇടയിലേ വരുള്ളൂ. 600-നേക്കാൾ മുകളിലേക്കും പോവില്ല, 250-നേക്കാൾ താഴേക്കും വരില്ല. അപ്പോൾ 600-നും 250-ക്കും ഇടയിലായിരിക്കുമെന്ന് ഉറപ്പാണ് എങ്കിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ നോക്കി? വിച്ച് വിൽ ബി അവർ കറക്റ്റ് ആൻസർ? 600-നേക്കാൾ മുകളിലേക്ക് പോകാൻ പാടില്ല, 250-നേക്കാൾ താഴേക്ക് വരാൻ പാടില്ല, 250-ഉം വരില്ല, ഇടയിലേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇൻ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി ഡി. നമ്മളിത് ചെയ്തു പോലും നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പി ടോട്ടൽ ഈക്വൽ ടു പി എ നോട്ട് എക്സ് എ പ്ലസ് പി ബി നോട്ട് എക്സ് ബി എന്നുള്ള ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്തു നോക്കാം. അപ്പോഴും നമുക്ക് ഇതേ ആൻസറേ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കുക, ഒരു ചെറിയ കോൺസെപ്റ്റ്, ടോട്ടൽ പ്രഷർ എപ്പോഴും ഇതിൻ്റെ ഇടയിലേ വരുള്ളൂ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ഓപ്ഷൻ ഒഴിവാക്കാം. നിങ്ങൾക്കിവിടെ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എ നോട്ടിൻ്റെ വാല്യൂ 600 ആണ്, എക്സ് എ 0.18 ആണ്, പി ബി നോട്ട് 250 ആണ്, എക്സ് ബി 0.82 എന്ന് വരും അല്ലേ? 1 - 0.18. നമുക്ക് ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ 313 തന്നെയാണ് വരിക. പക്ഷെ അത് ചെയ്യാണ്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഈ ട്രിക്ക് തന്നെ ഈ ചോദ്യത്തിൽ നോക്കിക്കേ. നീറ്റ് 2021 ചോദ്യമാണ്. കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ വാല്യൂ ഓഫ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ അറ്റ് 45 ഡിഗ്രി സെൽഷ്യസ് വിത്ത് ബെൻസീൻ ടു ഒക്ടെയിൻ ഇൻ മോളാർ റേഷ്യോ 3:2. ഓക്കെ, അപ്പോൾ നമുക്ക് മോളാർ റേഷ്യോ വന്നിട്ടുണ്ട്. ബെൻസീൻ്റെ പ്യുവർ വേപ്പർ പ്രഷർ 280 ആണെന്നും ഒക്ടെയിൻ്റെത് 420 ആണെന്നും നമുക്കറിയാം. അപ്പോൾ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ടോട്ടൽ പ്രഷർ എപ്പോഴും 280-ക്കും 420-ക്കും ഇടയിലേ വരുള്ളൂ അല്ലേ? അപ്പോൾ 160 എന്തായാലും വരില്ല. യു ക്യാൻ എലിമിനേറ്റ് ദിസ്. 168-ഉം വരില്ല. ഈ 2 ഓപ്ഷൻ ആദ്യം ഒഴിവാക്കാം സിമ്പിളായിട്ട്. ഇനി നമുക്ക് മനസ്സിലാവും നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏതേ വരുള്ളൂ, എ അല്ലെങ്കിൽ ബി എ വരുള്ളൂ. അപ്പോൾ 4 ഓപ്ഷനുള്ളിൽ 2 അങ്ങനെ ഒഴിവായി കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. സോ ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, എന്തായിരിക്കും നമ്മുടെ കേസ് വരിക നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗ വിൽ ബി ദ ആൻസർ കമ്മിങ് അപ്പ് നോക്കിയാലോ. സോ ഇതാ
നമുക്ക് എക്സ് എ എക്സ് ബി കണ്ടുപിടിക്കണം. ഇവിടെ ബെൻസീനും ഒക്ടൈനും അല്ല, ഞാൻ തൽക്കാലം അതുകൊണ്ട് എക്സ് ബി എക്സ് ഒ എന്ന് എഴുതാണ് കേട്ടോ. എക്സ് ബി ആൻഡ് എക്സ് ഒ. എക്സ് ബി ആൻഡ് എക്സ് ഒ എന്ന് എഴുതാനുള്ള കാരണം എന്താ? ഇവിടെ ബെൻസീനും ഒക്ടൈനും ആയതുകൊണ്ട് മാത്രം, വേറെ ഒന്നുമില്ല. സോ എക്സ് ബി ആൻഡ് എക്സ് ഒ എന്ന് ഞാൻ എഴുതുകയാണ്. 3:2 മോളാർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തോടെ 5 മോൾ എടുത്താൽ അതിൽ 3 മോൾ ആരാണ്? ബെൻസീനാണ്. അപ്പോൾ ബെൻസീൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 3/5 ആയിരിക്കും. 3 മോൾ ഔട്ട് ഓഫ് 5, 3/5. എക്സ് ഒ എത്രയായിരിക്കും? 2/5 അല്ലേ? അപ്പോൾ നമുക്കിതാ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി ബി നോട്ട് എക്സ് ബി പ്ലസ് പി ഒ നോട്ട് എക്സ് ഒ. പി ബി നോട്ടിൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയുന്നത്? പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് ബെൻസീൻ 280 ഇൻറ്റു എക്സ് ബിയുടെ വാല്യൂ 3/5 പ്ലസ് പി ഒ നോട്ട് 420 എക്സ് ഒ 2/5 അല്ലേ? പരിപാടി കഴിഞ്ഞു. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. സോ ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്നറിയോ? ദ വാല്യൂ ദാറ്റ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ഹിയർ ഇൻ ദിസ് ക്വസ്റ്റൻ വിൽ ബി 336. ആൻസർ ഓപ്ഷൻ ഏത് വരും? എ വരും. ഇതൊരു നീറ്റ് ക്വസ്റ്റനാണ്. പക്ഷേ നിങ്ങൾ നോക്കുക, ആ ഒരു ചെറിയ ട്രിക്ക് കൊണ്ട് നമുക്ക് 2 ഓപ്ഷനും ഒഴിവാക്കാൻ പറ്റും. യോഗ കൊണ്ട് 3 ഒഴിവായി കിട്ടും. അതാണ്. ഓക്കെ, ഇനി നമുക്കൊരു JEE ചോദ്യം കൂടി എടുക്കാം. ഇത് 2019 ഷിഫ്റ്റ് 1 ചോദിച്ച ഒരു JEE ചോദ്യമാണ്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റൻ പ്രോപ്പർലി ഫസ്റ്റ്. നമുക്ക് ആദ്യമേ ചോദ്യം ഒന്ന് പ്രോപ്പറായിട്ട് വായിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എയും ബിയും ചേർന്നാൽ ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യും ഇൻ ഓൾ കോൺസെൻട്രേഷൻ റേഞ്ച്. 350 കെൽവിനിൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ എയും പ്യുവർ ബിയും നമുക്ക് തന്നിട്ടുണ്ട്. കമ്പോസിഷൻ ഓഫ് ദ വേപ്പർ ഇൻ ദ ഇക്വിലിബ്രിയം വിത്ത് സൊല്യൂഷൻ കണ്ടെയ്നിങ് 40 mol% ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഇവിടെ എയും ബിയും ആണ്. സോ പി എ നോട്ടിൻ്റെ വാല്യൂ 7 × 10³ പാസ്കലാണ്. പി ബി നോട്ടിൻ്റെ വാല്യൂ 12 × 10³ പാസ്കലാണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? 40 mol% ഓഫ് എ, അതായത് 100 മോൾ എടുത്താൽ 40 മോൾ ആരാ? എ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 40 ഔട്ട് ഓഫ് 100 ആയിരിക്കും. 100ൽ 40% അല്ലേ? സോ വാല്യൂ എന്ത് വരും? 40/100 വാല്യൂ 0.4 എന്നാണ് വരിക. അതുപോലെ എക്സ് ബി ആണെങ്കിൽ 100ൽ 40 മോൾ എ ആണെങ്കിൽ ബാക്കി 60 മോൾ ആരായിരിക്കും? ബി ആയിരിക്കും. സോ 0.6 ആണ് എക്സ് ബി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാം. സോ പി ടോട്ടൽ ഈക്വൽ ടു പി എ നോട്ട് എക്സ് എ പ്ലസ് പി ബി നോട്ട് എക്സ് ബി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എ നോട്ടിൻ്റെ വാല്യൂ 7 × 10³ ഇൻറ്റു എക്സ് എയുടെ വാല്യൂ 0.4 പ്ലസ് പി ബി നോട്ടിൻ്റെ വാല്യൂ എത്ര വരിക? പി ബി നോട്ട് 12 × 10³ ഇൻറ്റു 0.6 അല്ലേ? 7 × 0.4ൻ്റെ വാല്യൂ 2.8 × 10³ എന്ന് വരും. പ്ലസ് 12 × 0.6 എത്ര വരിക? 12 × 6 72. സോ 7.2 × 10³ എന്ന് വരും. 7.2ഉം 2.8 കൂടെ കൂട്ടിയാൽ എന്ത് വരും? 10 × 10³ എന്ന് വരും. 10 × 10³ ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് എക്സ് എ എക്സ് ബി എന്നൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ക്ലിയർ ആയിട്ട് പറയുന്ന നോക്കി, 40 mol% ഓഫ് എ തന്നിട്ടുണ്ട്. കമ്പോസിഷൻ ഓഫ് ദ വേപ്പർ ഫേസാണ് ചോദിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് YA YB ആണ്. പക്ഷേ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്? YAയ്ക്കും YBയ്ക്കും പകരം ഇവിടെ ഈ ചോദ്യത്തിൽ അത് എക്സ് എ എക്സ് ബി എന്ന് കൊടുത്തു എന്ന് മാത്രം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേപ്പർ ഫേസ് കമ്പോസിഷൻ കണ്ടുപിടിക്കാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിച്ചേക്കാം. YA YB. YAനെയാണ് ഇവിടെ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്, YBനെ എക്സ് ബി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് YA കണ്ടുപിടിക്കാം. YA എങ്ങനെ കണ്ടുപിടിക്കുക? YA ഈസ് PA/P ടോട്ടൽ. PA എത്രയാണെന്ന് നോക്കിയേ. PA എന്ന് പറഞ്ഞാൽ PA നോട്ട് എക്സ് എ ആണെന്ന് നമുക്കറിയാം. അത് എത്രയാ? 2.8 × 10³ അല്ലേ? നമുക്കതോടെ എഴുതിയേക്കാം. ദാറ്റ് വിൽ ബി 2.8 × 10³ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ എത്രയാണ്? 10 × 10³ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ 0.28 എന്ന് വരും. അപ്പോൾ YAനെയാണ് ഇവിടെ എക്സ് എന്ന് എഴുതിയേക്കുന്നത്. സോ ഇറ്റ് ഇസ് ബ്രാക്കറ്റിൽ ഞാൻ എക്സ് എന്ന് എഴുതുകയാണ്. സാധാരണ നമ്മുടെ മെത്തേഡ് വെച്ച് നമ്മൾ എക്സ് എന്നുള്ള ടേം ലിക്വിഡ് ഫേസിലെ കമ്പോസിഷനും Y എന്നുള്ള ടേം വേപ്പർ ഫേസിലെ കമ്പോസിഷനും വേണ്ടി യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഈ ചോദ്യത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? വേപ്പർ ഫേസ് കമ്പോസിഷനെ എക്സ് എന്നും എക്സ് എ എക്സ് ബി എന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ YA കണ്ടുപിടിച്ചു. YA എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എ ആണ് റെപ്രസെൻറ്റേഷൻ വഴി എന്നുള്ളത് നമുക്ക് ഓർക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ദേ എക്സ് എ 0.28 എന്നുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി, ബി. ഇനി നമുക്ക് YB ഇതുപോലെ കണ്ടുപിടിക്കാം. YB വിൽ ബി സെയിം വേ, PB/P ടോട്ടൽ. PB എത്രയാ? 7.2 × 10³ 10 × 10³ നമുക്ക് വാല്യൂ 0.72 എന്ന് വരും. വാല്യൂ 0.72.
അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡയറക്റ്റ്ലി നമുക്ക് ബിയിലേക്ക് എത്താം. നോക്കുക, റൗൾട്ട്സ് ലോയിലെ ചോദ്യങ്ങൾ ഈ രീതിയിലാണ് എക്സ്പെക്റ്റഡ് ആവുക. ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ ഗ്രാഫിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ടോട്ടൽ പ്രഷറിൻ്റെ വാല്യൂ എപ്പോഴും PA0 PB0ൻ്റെ വാല്യൂസിന് ഇടയിലേ വരുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 1-2 അല്ലെങ്കിൽ 3 ഓപ്ഷൻ വരെയോ ഡയറക്റ്റായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ മറ്റൊരു കോൺസെപ്റ്റുമായി ഇനി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.